സ്പെഷ്യൽ റേറ്റ് ആണ്. നിങ്ങൾക്ക് പെട്രോളിന്റെ റേറ്റ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതേ വില വരുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ഡീസൽ വണ്ടി മൈലേജുള്ള വണ്ടി സ്വന്തമാക്കാം. 25,000 ഉണ്ടെങ്കിൽ ഈ വണ്ടി ഈസി ആയിട്ട് ഇറക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ റേറ്റ് ആസ്പെയർ തരാം, 85,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഇത് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു യൂണിറ്റ് കാണിച്ചു തരാം. അതേമാതിരി ചെറിയ പ്രൈസിന് സാൻഡ്രോ വേണമെന്നുണ്ടെങ്കിൽ ഒരു 75 രൂപയ്ക്ക് 2028 ലാസ്റ്റ് വരെ പേപ്പറുള്ള ഒരു വണ്ടി തരാം. ഇതും ഒരു സ്പെഷ്യൽ റൈഡിൽ തരാം. 2012 ഡിസയർ വീഡിയോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10,62,000 രൂപ ഇതിന് ഐഡി വാല്യൂ ഉണ്ട്. അപ്പോൾ ലോൺ നോക്കുന്ന ആൾക്ക് നമ്മൾ ചോദിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ കാണിച്ച വണ്ടിയൊക്കെ ഒന്നെങ്കിൽ 25 മതി, അതല്ലെങ്കിൽ ഫുൾ എമൗണ്ട് കയറുന്ന വണ്ടികൾ. അതേപോലെ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് സ്റ്റോക്ക് ഒന്ന് കാണിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു അടിപൊളി CNG കിറ്റ് ഉണ്ട്. നമുക്ക് ഡിക്കി സ്പേസിന് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു ചെറിയൊരു പൈസ 10-30 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന രണ്ടാമത്തെ വണ്ടി കേട്ടോ. നമ്മൾ ഒരു ചാൻസ് വണ്ടി തന്നെയാണ് വെച്ചാൽ ഓട്ടോ CVT നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ചാൻസ് ആണ്. 2,70,000 രൂപയ്ക്ക് ഫുൾ എമൗണ്ട് ഇറക്കാൻ വരുന്ന വണ്ടിയാണ്. ഈ നമ്പറും കിട്ടുവാണ്ടോ. അത്രയും ക്വാളിറ്റിയുള്ള വണ്ടി കാലിക്കറ്റ് രജിസ്ട്രേഷനിൽ വരുന്നതാണ്. ഫുൾ എമൗണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഫുൾ എമൗണ്ട് ചെയ്യാൻ പറ്റും. 2,25,000 രൂപയ്ക്ക് വലിയൊരു സെഡാൻ വണ്ടിയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. പുത്തൻ ടയർ ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്കാർക്ക് ഈ റൈറ്റിൽ ഏത് വണ്ടി കിട്ടും. അതെ, അതും CVT ആണ്, നിങ്ങൾ ഓർക്കണം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. അങ്ങനെ നമ്മുടെ ചാനലിൽ സെക്കൻഡ് ചോയ്സും മുഹമ്മദ് ഖാനെയും കണ്ടുകിട്ടിയിരിക്കുകയാണ്. കുറെ നാളായിട്ട് കാണാനില്ലാതിരിക്കുകയായിരുന്നു. 2 ദിവസമായി കറക്റ്റ് സ്റ്റോക്ക് വന്നപ്പോൾ വിളിച്ചു വരുത്തിയാണ്. സ്റ്റോക്കാണ്. ഓണം വരെ അല്ല, കംപ്ലീറ്റ് വണ്ടികൾ കയറാൻ. ഓണത്തിന് മുമ്പ് നമുക്ക് ഈ സ്റ്റോക്ക് ക്ലിയർ ചെയ്യണം. ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോ ഇപ്പോൾ നമ്മൾ എന്തായാലും 2 വീക്സ് കൊണ്ട് ഉണ്ടാവും ഓണത്തിന്റെ സ്റ്റോക്ക് ഇട്ട്. എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോളി. കംപ്ലീറ്റ് സ്റ്റോക്ക്, അതും ഓഫർ പ്രൈസിൽ. നമ്മൾ ഇതിൽ കാണിക്കുന്ന 1 lakh ബിലോ മുതൽ ലോണ് കയറുന്ന, ഫുൾ എമൗണ്ട് കയറുന്ന, ക്യാഷ് ബാക്ക് വരുന്ന വണ്ടികൾ വരാൻ ഇതിലുണ്ട്. ഇന്ന് കുറഞ്ഞ വെള്ളയുടെ വണ്ടി ഏതാ ഉള്ളത്? ഇപ്പൊ നമുക്ക് ഇതിലുണ്ട് സാൻഡ്രോ ഒക്കെ ഉണ്ട് 75,85. പിന്നെ 2018 ഇയോണൊക്കെ സ്പെഷ്യൽ റേറ്റിൽ 1,70,75,000 രൂപയ്ക്ക് 2018 ഫുൾ എമൗണ്ട് ലോൺ. എല്ലാം പറയണ്ട, സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. യെസ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട്. അപ്പൊ ആദ്യം നമ്മൾ ഇവിടുന്ന് തന്നെ തുടങ്ങാം. നമ്മള് 300 XUV 300. അതും സെക്കൻഡ് ഓൺഷിപ്പിൽ വെൽ കണ്ടീഷൻ വണ്ടിയാണ്. W8 ആകുമ്പോൾ ഫുൾ ലോഡ് വണ്ടി കേട്ടോ. ഡീസൽ ഫുൾ ഓപ്ഷൻ ഉണ്ടാവും. എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. മോഡൽ ഏതാ? 2021 മോഡൽ. ടോപ്പ് എൻഡ് ആണ്. സെക്കൻഡ് ഓൺഷിപ്പ് അല്ലേ? സെക്കൻഡ് ഓൺഷിപ്പ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10,62,000 രൂപ ഇതിന് ഐഡി വാല്യൂ ഉണ്ട്. അപ്പോൾ ലോൺ നോക്കുന്ന ആൾക്ക് നമ്മൾ ചോദിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ്. നമ്മളെ പ്രൈസ് വരുന്നത് 7,95,000 രൂപ. 7,95. നമ്മൾ വീഡിയോയിൽ പറഞ്ഞ വരി ഫുൾ എമൗണ്ട് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു വണ്ടി, അതും വെൽ കണ്ടീഷൻ, നീറ്റ് ആണ്. നിങ്ങൾക്ക് 1 year വാറണ്ടി വേണമെങ്കിൽ ഇതിൽ ആഡ് ഓൺ ചെയ്ത് എടുക്കാൻ പറ്റും. ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ആദ്യത്തെ അടവ് EMI കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു എമൗണ്ട് നമുക്ക് ആയി കിട്ടും, ഫുൾ ആയിട്ട് കിട്ടും. അപ്പം ഒരു SUV സൺറൂഫ് ഒക്കെ വരുന്ന ഒരു SUV സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ അതും ഒരു ക്യാഷും ഇൻവെസ്റ്റ് ചെയ്യാതെ എടുക്കണമെന്നുണ്ടെങ്കിൽ ചാൻസ് ആണ് വണ്ടി. 7,95,000 2021 W8 ഡീസൽ ഫുൾ ലോഡ് വണ്ടി സ്വന്തമാക്കാം. ഡീസൽ മാനുവൽ അല്ലേ? അടുത്ത വണ്ടി വരുന്നതും സ്പെഷ്യൽ റേറ്റിലുള്ള വണ്ടി തന്നെയാണ്. പെട്രോളിന്റെ വില വരുന്നുള്ളൂ, പക്ഷെ ഡീസൽ ക്രെറ്റ സ്വന്തമാക്കാം. ഡീസൽ മാനുവൽ നല്ല മൈലേജ് ഉണ്ടാവുമല്ലോ. മൈലേജ് ഉണ്ട്. അതും വണ്ടി സിംഗിൾ ഓൺഷിപ്പ് ആണ്. 2016 SX 1.5 ആണോ? 1.6 ആണല്ലേ? ഓക്കെ. 6 സ്പീഡ് മാനുവൽ ഡീസൽ. ഡീസൽ വരുമ്പോൾ 1.4ഉം 1.16 വരുന്ന 6 വില വരുന്നത് 6 ആണല്ലേ? ഓക്കെ. 6 വരുന്ന വെൽ കണ്ടീഷൻ വണ്ടി. മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 15 മേലെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് SUV വണ്ടി. അപ്പോൾ ഇതിനും നമുക്ക് ലോൺ വരുന്നത് 7 lakh വരെ ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഒരു 25 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. 7,25,000 ഈ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നിങ്ങൾക്ക് എടുക്കാം. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 60% എബൗണ്ട് കേട്ടോ. 60% കൂടുതലുള്ള SX എന്ന് പറയുന്ന വേരിയന്റ്. പ്രൊജക്ടർ ഹെഡ്ലാമ്പ് 7,25,000 നെറ്റ് റേറ്റ് ആണ്. സ്പെഷ്യൽ റേറ്റ് ആണ്. നിങ്ങൾക്ക് പെട്രോളിന്റെ റേറ്റ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതേ വില വരുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ഡീസൽ വണ്ടി വണ്ടി സ്വന്തമാക്കാം. 7,25,000 രൂപ ക്വാളിറ്റി ഉള്ള വണ്ടി. 2014 സിറ്റി ഫുൾ ഓപ്ഷൻ വരുന്ന സിറ്റി. ഓക്കെ. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. പെട്രോൾ ആണ്. 1.5 ആണ് എഞ്ചിൻ വരുന്നത്. 4 സിലിണ്ടറിൽ വെൽ കണ്ടീഷൻ വണ്ടി. 1500 cc. 5,20,000 രൂപയ്ക്ക് ഇതെടുക്കാൻ പറ്റും. നമുക്ക് 5 lakh വരെ ലോണും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കാണിച്ച വണ്ടിയൊക്കെ ഒന്നെങ്കിൽ 25 മതി, അതല്ലെങ്കിൽ ഫുൾ എമൗണ്ട് കയറുന്ന വണ്ടികൾ. അതേപോലെ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് സ്റ്റോക്ക് ഒന്ന് കാണിക്കുന്നത്. ഇത് എത്ര ഓടിയുണ്ട് വണ്ടി? ഇത് ഓട്ടം 93 കിലോമീറ്റർ. സെക്കൻഡ് ഓൺഷിപ്പ്. അലോയ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14 വന്ന അലോയ്സ് അല്ല, ഇത് അപ്ഗ്രേഡ് ചെയ്താണ്. 17 വരുന്ന അലോയിലോട്ട് മാറിയതാണ്. ക്വാളിറ്റിയും സർവീസൊക്കെ. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. ഓക്കെ. VX വേരിയന്റ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. അടുത്തത് 5,25,000 ഒരു 17 1.6 പെട്രോൾ ഡീസൽ വരണം. അപ്പൊ ഇതും മൈലേജ് ഉള്ള വണ്ടിയാണ്. പവർ 18-20 അടുത്ത് മൈലേജ് വരുന്ന വണ്ടി. 1.6 ആണ് എഞ്ചിൻ വരുന്നത്. ഒരു സെഡാനിൽ നല്ല പവറുള്ള വണ്ടിയാണ്. XS ആണ് വേരിയന്റ് വരുന്നത്. എത്ര ഓടിയുണ്ട് വണ്ടി?
വണ്ടി 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടോ. ഐഡിയ തന്നെ നമുക്ക് 5 lakh ഉണ്ട്. ലോൺ നോക്കുന്ന ഒരാൾക്ക് എന്തായാലും ആ എമൗണ്ട് ലോൺ ചെയ്യാൻ പറ്റും. 25,000 ഉണ്ടെങ്കിൽ ഈ വണ്ടി ഈസി ആയിട്ട് ഇറക്കാൻ പറ്റും. ഇത് അത് കഴിഞ്ഞ് ഇറങ്ങിയ മോഡൽ അല്ലേ? യെസ്. 18 ഫുൾ ഓപ്ഷൻ വണ്ടി വരാം. 18 ടോപ്പ് എൻഡ് വണ്ടി. യെസ്. ഇതൊക്കെ ചെയ്താണല്ലേ? സെപ്പറേറ്റ് ചെയ്താണ് കളറൊക്കെ? യെസ്. ഇത് റൂഫ് ബ്ലാക്ക് ചെയ്തതാണ്. RC ഉണ്ട്. ഓക്കെ. SX O ആണ്. എന്ന് പറയുമ്പോൾ അതിന് ടോപ്പ് എൻഡ് ആണ്. സൺ റൂഫ് കാര്യങ്ങൾ വരുന്നുണ്ട്. എയർ ബാഗ് എണ്ണം കൂടും. അലോയ്സ് ആണ്. EBD ABS. ഇത് 1.6 അല്ലേ? 1.6 ഓക്കെ. പെട്രോൾ മാനുവൽ? ഡീസൽ രണ്ടും ഡീസൽ ആണ്. അപ്പോൾ വില നമുക്ക് 7,25,000 കൊടുക്കാം. 7,25,000 ചാൻസ് ആണ്. വണ്ടി കുറെ വർക്കും കാര്യങ്ങളൊക്കെ കയറിയിട്ടുള്ള വണ്ടിയാണ്. വർക്ക് ആട്ടോ ഉദ്ദേശിച്ചത്. 67 ഫാൻസി നമ്പറുമാണ്. ഗ്രില്ലൊക്കെ അപ്ഗ്രേഡ് ചെയ്താണ്. ആഫ്റ്റർ മാർക്കറ്റ് ആണ്. ഈ ലൈറ്റും ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കുറച്ച് ചെറിയ വണ്ടികൾ കാണിച്ചു തരാം. 2018 വണ്ടി 2,30,000 18 മോഡൽ അല്ലേ? വണ്ടി ക്വാളിറ്റി ഉള്ളതാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇറാ പ്ലസ് എന്നുള്ള വേരിയന്റ് ആണ്. 2018 ലാസ്റ്റ് ഇയോൺ ഇറങ്ങുന്ന ടൈമാണ് ആ സമയത്ത്. യെസ്. വേറെ മേജറായിട്ട് ഇഷ്യൂസ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 50% ടയർ ഉണ്ട്. ടയർ അടപ്പുണ്ട്. ഒരു ലോൺ നോക്കുന്ന ഒരാൾക്ക് ഇതിന് ഒരു 2,10,000 രൂപ ലോണും പാസ്സാക്കി തരാൻ പറ്റും. 2,30,000 നമ്മുടെ പ്രൈസ് വരുന്നത്. 20,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡൽ കൂടിയ 2018 ഇയോൺ സിംഗിൾ ഓൺഷിപ്പ് എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ. അതെ, അവിടേക്ക് നിങ്ങളൊന്ന് നോക്കിക്കോ. അവിടെയാണ് നമ്മുടെ ഫിനാൻസിന് വേണ്ട കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. അതൊന്ന് കാണിച്ചോളൂ. 85 രൂപയ്ക്ക് നമുക്കൊരു 2008 മോഡൽ വാഗ്നർ അടുത്ത വർഷം ലാസ്റ്റ് വരെ പേപ്പർ വാലിറ്റി ഉള്ള ഒരു വണ്ടി കൊടുക്കാം. ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയുള്ള ഒരു വണ്ടി. 2027 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. 85,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഇത് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ഇയോൺ കാണിച്ചു തരാം. ഒരു ആവറേജ് കണ്ടീഷനേ ഉള്ളൂ. പക്ഷേ പ്രൈസ് ബെനിഫിറ്റ് ഉണ്ട്. 2018 ഇയോൺ 1,70,70,000 രൂപയ്ക്ക് വരാം. 1,70,000 അല്ലേ? ആക്ച്വലി നമുക്ക് അത് ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റും. അതിന് 2 lakh വരെ ലോൺ കയറുന്ന ഒരു വണ്ടിയാണ്. എടുക്കുന്ന കസ്റ്റമർക്ക് ചെറിയ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ബോഡിയിൽ കാണുന്നുണ്ട്. മെക്കാനിക്കൽ സൈഡ് എല്ലാം ക്ലിയർ ആണ്. മെക്കാനിക്കലി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ 2018 കാണിച്ചത് 2,30,000 ഇത് 2018 കാണിക്കുന്നത് 1,70,000 കേട്ടോ. 1,70,000. അപ്പോൾ ഇത് വേരിയന്റ് ഏതാ വരുന്നത്? സെയിം ഇറാ പ്ലസ് തന്നെയാണ് വേരിയന്റ് വരുന്നത്. വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും. സാൻഡ്രോ അതേമാതിരി ചെറിയ പ്രൈസിന് സാൻഡ്രോ വേണമെന്നുണ്ടെങ്കിൽ ഒരു 75 രൂപയ്ക്ക് 2028 ലാസ്റ്റ് വരെ പേപ്പറുള്ള ഒരു വണ്ടി വരാം. 75 നോക്കുന്നവർക്ക് ഈസി ആയിട്ടുള്ള ഒരു വണ്ടി. യെസ്. അപ്പോൾ ഇതൊക്കെ ആക്സിഡന്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉള്ള വണ്ടിയല്ല കേട്ടോ. അതുകൊണ്ടാണ് എടുത്ത് പറയാത്തത്. നീറ്റായിട്ട് കിടക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. നമ്മളെല്ലാ വണ്ടി ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കാറുള്ളൂ. നിങ്ങൾക്ക് സ്വന്തം കമ്പനിയിലോ ആളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ 2017 മോഡൽ ഗ്രാൻഡ് 1.2 വരുന്ന വെൽ കണ്ടീഷൻ വണ്ടി കേട്ടോ. മാനുവൽ അല്ലേ? എത്ര ഓടിയുണ്ട് വണ്ടി? 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ അല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ ഓടിയ നീറ്റ് വണ്ടി. 3,40,000 രൂപ. 3,45. പുത്തൻ ടയറൊക്കെ കിടപ്പുണ്ട്. കുഴപ്പമൊന്നുമില്ല. 3,45 ഫിനാൻസ് മാക്സിമം കയറുമോ? മാക്സിമം നമുക്കൊരു 3,25 രൂപ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഹ്യുണ്ടായുടെ വണ്ടിയൊക്കെ മാക്സിമം കയറും അല്ലേ? ഇതിനൊക്കെ മാക്സിമം 3,400 തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ അടുത്ത് വരുന്ന ഡിസയർ. ഇതും ഒരു സ്പെഷ്യൽ റൈഡിൽ തരാം. 2012 ഡിസയർ VDI ഡീസൽ വണ്ടി. യെസ്. എത്ര ഓടിയുണ്ട്? ഓട്ടോ 1 lakh എബോ ഓടിയിട്ടുണ്ട്. ഇത് 2,80,000 രൂപയ്ക്ക് വരാം. ഡീസലാണ്, പെട്രോൾ അല്ലേ. 2,85,000. 2,85,000. ഈ 2,85,000 എത്ര ഫിനാൻസ് കയറും? നമുക്ക് അത് ഫുൾ എമൗണ്ട് ചെയ്ത് കൊടുക്കാം. സീറോ ഡൗൺ പേയ്മെന്റ്. ഫുൾ എമൗണ്ട്. ഇത് ഡിസയർ VDI അല്ലേ? മാക്സിമം 3 lakh വരെ അതിന് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 2012 മോഡൽ ഡീസൽ, ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഉണ്ട്. മൈലേജ് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിനൊക്കെ കിട്ടുന്ന സെയിം എഞ്ചിൻ. 18, 17 മൈലേജ് വരുന്ന വണ്ടിയാണ്. മൈലേജ് ആയിരിക്കും. നമ്മൾ 13 തൊട്ടോ 14 തൊട്ടോ ഫിനാൻസ് ഏത് ഫിനാൻസ് 12 ചെയ്യുന്ന ടീമുണ്ട്. 12 ചെയ്യുന്ന ടീമുണ്ട്. അടുത്തത് നെക്സ്റ്റ് വരുന്നതും ഇതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ റൈറ്റ് ആസ്പെയർ തരാം. 3,25,000 3,4 മോഡല്. 2016 മോഡൽ ഫിഗോ ആസ്പെയർ ഡീസൽ. അത് 1.5 ആണ് എഞ്ചിൻ വരിക. അപ്പോൾ ഇത് മിഡിൽ വേരിയന്റ് ആണല്ലേ? മിഡിൽ വേരിയന്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 door പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. നമ്മളെ ഫുള്ളിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് എയർ ബാഗിൽ എണ്ണം കുറയും. അലോയ്സ് ഉണ്ടാവില്ല. ആ ഒരു പ്രശ്നം കുറവ് മാത്രമേ ഉള്ളൂ. 3,25 അല്ലേ? 3,25 ഇതിനും 3 lakh ഒക്കെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡീസലാണ്. മറ്റേ ഫിഗോ നമ്മളെ ഇതിൽ ഇക്കോസ്പോർട്ടിൽ വരുന്ന സെയിം 1.5 എഞ്ചിൻ വരും. മൈലേജ് വരുമ്പോൾ 18-20 ഉള്ളിലായിട്ട്. നെക്സ്റ്റ് വരുന്നത് 2016 മോഡൽ ഡസ്റ്റർ RXL മിഡിൽ ഓപ്ഷൻ പെട്രോൾ ആണ് കേട്ടോ. പെട്രോളാണ്. ഡീസലാണ് നമ്മൾ 85-ഉം 110-ഉം പറയാം. പെട്രോളിൽ നമ്മൾ CC പറയും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു അടിപൊളി CNG കിറ്റ് ഉണ്ട്. ഒരു നമുക്ക് 65-70 രൂപേൻ്റെ അടുത്ത് ഇപ്പം കിറ്റിന് വരുന്നുണ്ട്. ആ കിറ്റ് ഇതിലുണ്ട്, എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം.
അതാകുമ്പോൾ നിങ്ങൾക്ക് മൈലേജ് ഒരു 18 മൈലേജ് കിട്ടും. ഡീസലിൻ്റെ മൈലേജ് നിങ്ങൾക്ക് പെട്രോൾ വണ്ടിക്ക് കിട്ടും. അപ്പോൾ CNG യിലാകുമ്പോൾ നല്ല രീതിയിലുള്ള മൈലേജ് കിട്ടും. മൈലേജും കിട്ടും. പോരാത്തത് RC എൻഡോസ്ഡിലാണ്, നമുക്ക് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വാലിഡ് ആണ്. RXL ആണ് വേരിയന്റ് വരുന്നത്. നമുക്ക് ലോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അതിന് ലോണും ചെയ്യാൻ പറ്റും. ഇതിന് എത്ര വില പറയുന്നത്? 4,50,000 രൂപ കൊടുക്കാം. 450. നമ്മൾ ഒരു 3,50,000 വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. ഒരു 1 lakh റേഞ്ചിൽ ഇത് ലോൺ ഇനിഷ്യൽ പേയ്മെന്റിൽ എടുക്കാൻ പറ്റും. ഇടേണ്ടി വരും അല്ലേ? CNG കിറ്റ് കാണിച്ചു തരാം. 16 മോഡൽ. നമുക്ക് ഡിക്കി സ്പേസിന് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡസ്റ്ററിന് അത്യാവശ്യം ഡിക്കി ഉണ്ടല്ലോ, അപ്പോൾ ഇത്രയും പോയിന്നോർത്തും പ്രശ്നമൊന്നും വരുന്നില്ല. പുറത്തുനിന്നാണ് അടിക്കുന്നത് ഇതിന്റെ ഫില്ലിംഗ് പുറത്തുനിന്ന്. ഓക്കെ, ഈ ഒരു ഇതിൽ തന്നെ ആയിരിക്കും അടിക്കുന്നത്. വണ്ടി പവർഫുൾ ആണ്, പെട്രോൾ ആണ്. ഇപ്പോൾ ഡീസലിലാണ് ഇപ്പോൾ ഒട്ടുമിക്ക കംപ്ലയിൻസ് ഒക്കെ ഇങ്ങനെ വരുന്നത്. പെട്രോൾ ആകുമ്പോൾ ആ വിഷയമില്ല. മൈലേജ് ആണെന്നുണ്ടെങ്കിൽ ഡീസലിനെക്കാട്ടി മൈലേജും വരുന്നുണ്ട്. അടുത്ത ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു വാഹനമാണ് 2017 മോഡൽ എത്തിയോസ്. ഡീസലാണ്, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വെൽ കണ്ടീഷൻ വണ്ടി കേട്ടോ. 5,40,000 രൂപയ്ക്ക് വരാം. നമുക്ക് 4,25,000 വരെ ലോണും അവൈലബിൾ ആണ്. ഓക്കെ, ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? യെസ്. ഇത് ലാസ്റ്റ് ഇറങ്ങുന്ന ടൈപ്പിലുള്ള ഫേസ് ലിഫ്റ്റ് മോഡലാണ്. ഇത് ഫൈനൽ യെസ് ലാസ്റ്റ് ഉള്ള മോഡലാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടികൾക്കൊക്കെ അത്യാവശ്യം ടയർ കണ്ടീഷൻ ഒക്കെ ഉണ്ട് കേട്ടോ, ഒന്നും എടുത്ത് പറയാത്തത് കൊണ്ടാണ്. അടുത്ത ക്വാളിറ്റി ഉള്ള ഒരു 2012 മോഡൽ. 12 മോഡൽ. യെസ്. എത്ര ഓടി? 3,90,000 രൂപയ്ക്ക് വരാം. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ കറക്റ്റ് ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 1,09,000 സിംഗിൾ ഓൺഷിപ്പിൽ ഓടിയ ഡീസൽ വണ്ടിയാണ്. ID വാല്യൂ ഒക്കെ 3 lakh ID വാല്യൂ ഉണ്ട്. പക്ക ക്വാളിറ്റിയുള്ള വണ്ടി. 12 നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. 2 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. ടയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ പുത്തൻ ടയർ കിടക്കുന്നത്. വണ്ടി നീറ്റാണ്, അടിപൊളി വണ്ടി. ഓക്കെ, ഇത് 2 വർഷത്തേക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ? 2 വർഷം ചെയ്യാൻ പറ്റും. ഗ്രാൻഡ് ഐറ്റൺ. യെസ്. ഏതാ മോഡൽ? ഇത് 2017 മോഡൽ. 16 രജിസ്ട്രേഷൻ 17 മോഡൽ വരുന്ന വണ്ടി. ഫുൾ കവർ ഇൻഷുറൻസിലുള്ള സെക്കൻഡ് ഓൺഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടി വണ്ടി. 3,55,000 രൂപ. സ്പോർട്സ് വേരിയന്റ് ആണല്ലേ? സ്പോർട്സ് വേരിയന്റ്. ഓക്കെ, 3,55,000. നമുക്കിതിന് 3,25,000 വരെ ലോൺ ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു പൈസ 10-30 ഉറുപ്പ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന രണ്ടാമത്തെ വണ്ടി കേട്ടോ. നമ്മളെ നേരത്തെ ഒന്ന് കാണിച്ച അവിടെ 25 രൂപയുടെ വണ്ടി കാണിച്ചു. അതുപോലെ തന്നെ ഒരു 30 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്ത ജാസ്. ഇതും നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആണ്. 2019 മോഡൽ VX 1.2 ആണ് എഞ്ചിൻ വരിക. CVT ആണ് ഗിയർ ബോക്സ് വരും കേട്ടോ. CVT ഓട്ടോമാറ്റിക് ആണ്. ഒരു മിനി SUV തന്നെ പറയാം. ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. നമുക്കിതിന് 6,75,000 വരെ ലോണ് ID വാല്യൂ ഉണ്ട്. അപ്പോൾ പ്രൈസ് വരുന്നത് 6 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. 2019 മോഡൽ CVT സെക്കൻഡ് ഓൺഷിപ്പ് 50,000 കിലോമീറ്റർ. വെൽ കണ്ടീഷൻ വണ്ടി. ഓട്ടോമാറ്റിക് ആകുമ്പോൾ പാഡൽ ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. യെസ്, CVT ഗിയർ ബോക്സ് ആണ്. അടിപൊളി വണ്ടിയായിരിക്കും. നല്ല സ്മൂത്ത് ആയിരിക്കും. 6 ലക്ഷത്തിന് കിട്ടാൻ പറ്റുന്ന ഒരു ചാൻസ് വണ്ടി തന്നെയാണ്. വെച്ചാൽ CVT നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ചാൻസ് റേറ്റ് ആണ്. യെസ്. അടുത്തത് പോളോ ഫാൻസിന് നിങ്ങളെ തൃശ്ശൂർ എറണാകുളം ഭാഗത്തൊക്കെ ഒരുപാട് എൻക്വയറി വരുന്നത്. 2015 മോഡൽ കംഫർട്ട് ലൈൻ ഡീസലാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ് വണ്ടി. 3,65,000 വരെ. ഓക്കെ, 3,65,000 നമുക്കൊരു 3 lakh ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. 65 രൂപ ഉണ്ടെങ്കിൽ ഒരു പോളോ 2015 സിംഗിൾ ഓൺഷിപ്പ് 70,000 കിലോമീറ്റർ കേട്ടോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഒന്ന് പോളിഷ് ചെയ്യാനും അങ്ങനത്തെ ചെറിയ ചെറിയ RF വർക്കുകളേ ഉള്ളൂ. ഓക്കെ, വണ്ടി പെട്രോൾ അല്ലേ? ഡീസൽ ഡീസലാണ്. ഡീസൽ മാനുവലാണ് വണ്ടി. ഡീസൽ മാനുവൽ സിംഗിൾ ഓൺഷിപ്പ് 70,000 കിലോമീറ്റർ. 3,65,000. അതുപോലെ തന്നെ 2014-15 വണ്ടി തരാം. 2,70,000 രൂപയ്ക്ക്. 2.5 വരെ ലോൺ ചെയ്യാൻ പറ്റും. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ടയർ ഭാഗങ്ങളൊന്ന് കാണിച്ചു കൊടുത്തത് വെൽ കണ്ടീഷൻ വണ്ടിയാണ്. 54,000 കിലോമീറ്റർ വണ്ടി. ക്വാളിറ്റി ഉള്ള വണ്ടി. ചാൻസ് റേറ്റ് ആണ്. 2,70,000 രൂപയ്ക്ക്. 2,70,000 രൂപയ്ക്ക് വാഗണർ കേട്ടോ. അടുത്ത വണ്ടി വീണ്ടും പോളോ. ഇതൊരു വെറൈറ്റി കളറാണല്ലോ. വെറൈറ്റി കളറുമാണ്, വെറൈറ്റി പ്രൈസും ആണ്. 2015 പോളോ 3,10,000 രൂപയ്ക്ക് വരാം. 3,10,000 തേർഡ് ഓൺഷിപ്പ് ആണെന്നുള്ളൂ. കിലോമീറ്റർ 1 അടുത്ത് ഓടിയിട്ടുണ്ട്. ഇതും TDI ഡീസൽ ആണല്ലേ? ഡീസൽ വണ്ടി. ഓക്കെ, കംഫർട്ട് ലൈൻ ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. 3,10,000 ആ എമൗണ്ട് നിങ്ങൾക്ക് ലോണും ചെയ്ത് തരാൻ പറ്റും. ഫുൾ എമൗണ്ട് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എന്തായാലും ഈ കളറിന് ആളുണ്ട്, പോളോക്ക് ആളുണ്ട്. ഈ നമ്പറും കിട്ടുക കേട്ടോ. 099095 AJ. അടുത്ത ബാക്കി കിടക്കുന്ന വണ്ടി ഡിസയർ 2018 ഡിസയർ കാലിക്കറ്റ് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഓക്കെ, 5,10,000 രൂപയ്ക്ക് വരാം. 5,10,000. ഇവിടെ ഇട്ടിരിക്കുന്ന വിലയുടെ കമ്പനി സർവീസ് ഉള്ള വണ്ടി കേട്ടോ. നല്ല റേറ്റ് കുറച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 5,10,000 ലോൺ ചെയ്താൽ പറ്റും. വണ്ടി അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി. കാലിക്കറ്റ് രജിസ്ട്രേഷനിൽ വരുന്നതാണ്. ഫുൾ എമൗണ്ട് ചെയ്യാൻ പറ്റും. ഫുൾ എമൗണ്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ 18 ഒരു മൈലേജ് ഉള്ള ഒരു വണ്ടി വന്നിട്ടുണ്ട്. 28 കമ്പനി പറഞ്ഞ. അപ്പോൾ അതിന്റെ ആ ഒരു സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ആയിരിക്കും. സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1,30,000. കറക്റ്റ് ഇതിന്റെ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞാട്ടോ. സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഹിസ്റ്ററി മാരുതി ഇൻഡസിൽ
സർവീസ് ഉള്ള വണ്ടി നമുക്ക് മോഡൽ കൂടിയ വണ്ടികൾക്കൊക്കെ ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ. എല്ലാം ഹിസ്റ്ററി ഉണ്ട്, എല്ലാം നമ്മൾ എടുത്തു തരാം. പറച്ചിൽ മാത്രമല്ല കമ്പനിയിൽ തന്നെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു CVT, ഇതും സ്പെഷ്യൽ റൈറ്റിൽ 2,25,000 CVT 2013 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 87,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. പെട്രോൾ ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വണ്ടി 2,25,000 രൂപയ്ക്ക് ചാൻസ് റേറ്റ്. അത് 2,25,000 2,25,000 രൂപയ്ക്ക് വലിയൊരു സെഡാൻ വണ്ടിയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. പുത്തൻ ടയർ ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്കാർക്ക് ഈ റൈറ്റിൽ ഏത് വണ്ടി കിട്ടും? അതെ, അതും CVT ആണ്. നിങ്ങൾ ഓർക്കണം, നല്ല സ്മൂത്ത് ട്രാൻസ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനിയുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഇനി വരാനുള്ള വണ്ടികൾ ഏതൊക്കെയാ? ഇനിയാണ് വണ്ടികൾ ഇഷ്ടംമാതിരി വരാനുണ്ട്. അപ്പം നമുക്ക് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വണ്ടികൾ വരാനുണ്ട്. എന്തായാലും നമ്മൾ ഓഗസ്റ്റ് ഒരു സെക്കൻഡ് വീക്കിൽ തന്നെ വീഡിയോസ് വരും. അപ്പോൾ ഓണം സ്റ്റോക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്യണം. അതാണ് നമ്മൾ ഇതെല്ലാം സ്പെഷ്യൽ റൈറ്റിലാണ് ഇട്ടത്. നിങ്ങൾക്ക് നോക്കാം, നമ്മുടെ കാറ്റലോഗ് നോക്കാം, ഇപ്പോഴുള്ള പ്രൈസ് നോക്കാം. യെസ്, അപ്പോൾ കാറ്റലോഗ് നമ്പർ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഏതെങ്കിലും വണ്ടിനെ പറ്റി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. ലൊക്കേഷൻ ഒന്നുകൂടി പറയാം, കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാടാണ് ലൊക്കേഷൻ വരുന്നത്. ആദ്യം ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. കോഴിക്കോട് നമ്മൾ കൊയിലാണ്ടി കണ്ണൂരൊക്കെ പോകുന്ന ബസ് കയറി ഉണ്ടെങ്കിൽ പാവങ്ങാട് ഇറങ്ങി കഴിഞ്ഞാൽ കോഴിക്കോട് ഒരു 12 കിലോമീറ്റർ പാവങ്ങാട് ഷോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തായിട്ട് കാണാൻ പറ്റും. സെക്കൻഡ് ചോയ്സിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓണത്തിന് ഒരു തകർപ്പും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.